ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഭക്തരെ ഞെട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ത്രിമധുരത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ടല്ലേ. കൃഷ്ണാനുഭവങ്ങൾ എല്ലാവരും അയച്ചു തരുന്നു, അത് നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എത്രയോ കാലങ്ങളായി തുടങ്ങിയിട്ടില്ലേ. അപ്പം ത്രിമധുരം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുക. കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് താഴെയുള്ള ലിങ്കിൽ നിന്ന് വാങ്ങാം കേട്ടോ. ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല. അപ്പോൾ ഒരനുഭവം, പെട്ടെന്ന് വന്ന ഒരു അനുഭവം പറഞ്ഞു തന്നിരിക്കുകയാണ് ഒരു സഹോദരി. അത് വേഗം നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഭഗവാൻ ഒരു ഓട്ടോക്കാരൻ്റെ രൂപത്തിൽ വന്ന് രക്ഷിച്ച ഒരു അനുഭവം ആണ് ഞാൻ ഇവിടെ പറയുന്നത്. 14 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ്. ഞാനും എൻ്റെ ഭർത്താവും കൂടി എൻ്റെ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്. എൻ്റെ അച്ഛൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി ബൈക്കിൽ പോവുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ കോട്ടയം പാലത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബൈക്ക് ആ മനുഷ്യനെ ഇടിച്ചു താഴെയിട്ടു. ആൾക്കാരെല്ലാവരും വട്ടം കൂടി എൻ്റെ ഭർത്താവിനെ അടിക്കുമെന്നൊരു സ്ഥിതി വന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറയുന്നുണ്ട്, എൻ്റെ തെറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, അതിൻ്റെ വിഷമത്തിൽ അറിയാതെ സംഭവിച്ചതാണ്, ഞങ്ങളെ ഒന്ന് വിടണേ എന്ന്. അപ്പോൾ ആൾക്കാരെല്ലാവരും ദേഷ്യപ്പെട്ടു, എൻ്റെ ഭർത്താവിനെ അടിക്കുമെന്ന നിലയിലായി. അപ്പോൾ അവിടെ നിന്നാണെന്നറിയില്ല ഒരു ഓട്ടോക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഒരൊറ്റ എണ്ണം തൊട്ടുപോകരുത് ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറ്റി കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് വിട്ടു. പത്തനംതിട്ട ജില്ലയിലുള്ള ഞങ്ങളെ കോട്ടയത്തുള്ള ഓട്ടോക്കാരൻ എങ്ങനെ അറിയാനാണ്? അത് എൻ്റെ കണ്ണനല്ലാതെ, അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ വിട്ട ആളല്ലാതെ മറ്റാരുമില്ല. എനിക്കത് പറയുമ്പോൾ കരയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണൻ ഞങ്ങളെ രക്ഷിച്ച അനുഭവം, ഇത് ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു. അത് കണ്ടില്ല എന്ന് തോന്നുന്നു. ഈ അനുഭവം എല്ലാവരോടും പറയണേ. എത്ര മനോഹരമായിട്ടാണല്ലേ അനുഭവങ്ങൾ ഓരോന്നും. ഓരോ അനുഭവങ്ങളും കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് നിർമ്മലമായിട്ട് മാറുകയാണ്. എല്ലാവരും തെളിഞ്ഞ മനസ്സോടെ മുന്നോട്ട് പോവുക, ജീവിക്കുക. ഹരേ കൃഷ്ണ. ത്രിമധുരം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുക. ഹരേ കൃഷ്ണ.